എല്ലാവർക്കും നമസ്കാരം. ഗൂഗിൾ ആഡ്സ് മാസ്റ്ററി സെഗ്മെന്റ് ആണ്. സോ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് ആഡ്സ് ആണ്. മീൻസ് ഗൂഗിൾ ആഡ്സ് വഴി നമുക്ക് എങ്ങനെ യൂട്യൂബിൽ ആഡ് റൺ ചെയ്യാം, അതാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ന്യൂ ക്യാമ്പയിനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇതിന്റെ ഒരു ഓവർവ്യൂ ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ കാണും. എങ്കിൽ തന്നെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ യൂട്യൂബ് ആഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പല രീതിയിലുള്ള ആഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്കിപ്പബിൾ ആഡ്സ് കണ്ടിട്ടുണ്ടായിരിക്കും, ഇൻസ്ട്രീം ആഡ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ മൊബൈലിൽ മാത്രം കാണുന്ന വീഡിയോ ആഡ്സ് ആയിട്ട് മുകളിൽ വന്ന് കിടക്കുന്ന ആ ഒരു ഫോർമാറ്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അതെല്ലാം മീൻസ് ഓരോരോ സെഗ്മെന്റിൽ നമ്മൾ ചെയ്യുന്നതാണ്. സോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഗോൾസ് ഒന്നും സെലക്ട് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ നമ്മളൊരു ക്യാമ്പയിൻ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്രിയേറ്റ് എ ക്യാമ്പയിൻ വിത്തൗട്ട് എ ഗോൾസ് ഗൈഡൻസ്. ഓക്കെ, സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. കസ്റ്റം വീഡിയോ ക്യാമ്പയിൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഔട്ട് സ്ട്രീം ഉണ്ട്, ഡ്രൈവ് കൺവേർഷൻ ഉണ്ട്, ആഡ് സീക്വൻസ് ഉണ്ട്, ഷോപ്പിംഗ് ക്യാമ്പയിൻസ് ഉണ്ടോ, അതൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. കസ്റ്റം ക്യാമ്പയിൻ ആണ്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ നമ്മുടെ ഒരുവിധം സ്റ്റെപ്സ് ഒക്കെ കോമൺ ആണ്. ക്യാമ്പയിന്റെ പേര് കൊടുക്കുക, ബഡ്ജറ്റ് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഓഡിയൻസിനെ സെലക്ട് ചെയ്യുക, കീവേഡ്സ് ഏതൊക്കെയാണെന്നുള്ള ആഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു കുറെ എല്ലാ ക്യാമ്പയിൻസിന്റെ അകത്തും കോമൺ ആയിട്ടുള്ള സ്റ്റെപ്പ് എല്ലാം ഇതാണ്. ഓക്കെ, സോ ഇത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു വെബ് സീരീസിന്റെ ക്യാമ്പയിൻ ആണ് ചെയ്യുന്നതെങ്കിൽ, വെബ് സീരീസ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഈ ക്യാമ്പയിൻ നെയിം അതിനനുസരിച്ചുള്ള ക്യാമ്പയിൻ നെയിം നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കുക. അത് നമ്മുടെ പർപ്പസ് ആണ്, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ വെബ് സീരീസ്, ഇത് നമ്മുടെ വെബ്സൈറ്റ് ഈ ക്യാമ്പയിന്റെ റിസൾട്ടുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേര് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ വെബ് സീരീസിന്റെ എന്തെങ്കിലും പർട്ടിക്കുലർ നെയിം ഉണ്ടെങ്കിൽ ഇപ്പൊ കരിക്ക് വെബ് സീരീസ് ക്യാമ്പയിനോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. വെബ് സീരീസ് പ്രൊമോഷൻ വേണേൽ ഡേറ്റ് കൂടെ കൊടുക്കാം. ഇത് നമ്മുടെ പർപ്പസ് ആണ്. ഓക്കെ, പേര് കൊടുത്തു. അതിനുശേഷം മാക്സിമം CPV ഉണ്ട്, അതുപോലെ തന്നെ ടാർഗറ്റ് CPM ഉണ്ട്. നമുക്ക് CPV ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് വ്യൂസ് ആണ് വേണ്ടത്, ഇംപ്രഷൻസ് അല്ല. സോ നമ്മൾ CPV സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാമ്പയിൻ ടോട്ടൽ ഉണ്ട്, ഡെയിലി ബഡ്ജറ്റ് ഉണ്ട്. സോ നമ്മൾ ഡെയിലി കൊടുക്കുന്നു. അറൗണ്ട് ഒരു 500 റുപ്പീസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പ്ലസ് GST കൂടെ വരും, ഒരു 90 രൂപ. സോ നമ്മുടെ ഒരു ഡെയിലി ബഡ്ജറ്റ് എന്ന് പറയുന്നത് 590 റുപ്പീസ് വരും. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ എൻഡ് ഡേറ്റും സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും, ഓർത്തിരിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടിരുന്നാൽ മതി. ഇത് സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ഒന്നും കൊടുക്കണ്ട. ഓക്കെ, ഒരുപാട് ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇതൊരു നമ്മളൊരു സ്റ്റാർട്ട് 10 സോ എൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 15 സെറ്റ് ചെയ്തു. സോ മെയ് 15 ഈ ക്യാമ്പയിൻ സ്റ്റോപ്പ് ആവും. ഇന്ത്യയിൽ ഫുള്ളായിട്ട് ടാർഗറ്റ് ചെയ്യുകയാണ്, ഇന്ത്യയിൽ ഫുള്ളായിട്ട് മലയാളികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേരളം മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, കേരള എൻ്റർ അനദർ ലൊക്കേഷൻ കൊടുത്തിട്ട് കേരള ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സോ മലയാളം കൊടുത്തു. അതിനുശേഷം ഇൻവെന്ററി ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പാൻഡഡ് ഇൻവെന്ററി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഇൻവെന്ററി ഉണ്ട്, ലിമിറ്റഡ് ഇൻവെന്ററി ഉണ്ട്. സോ ഈ ഞാൻ ഉദ്ദേശിക്കുന്ന എക്സ്പാൻഡഡ് ഇൻവെന്ററി ആണ്. എക്സ്പാൻഡഡ് ഇൻവെന്ററി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. എക്സ്പാൻഡഡ് ഇൻവെന്ററിക്കകത്ത് എല്ലാം ഇൻക്ലൂഡ് ആണ്. നമുക്ക് ഏത് രീതിയിലും നമുക്ക് വ്യൂസ് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ വീഡിയോക്ക് ഒരു പ്രസൻസ് ഉണ്ട്. സോ സ്റ്റാൻഡേർഡ് ഇൻവെന്ററിക്കകത്തും ലിമിറ്റഡ് ഇൻവെന്ററിക്കകത്തും ചില ഏരിയാസ് ഒക്കെ എക്സ്ക്ലൂഡഡ് ആണ്. സോ അതുകൊണ്ട് ഞാൻ അത് കൊടുക്കുന്നില്ല. ഇപ്പം ഞാനിത് കൊടുക്കുന്നത് എന്താണ്, എക്സ്പാൻഡഡ് ഇൻവെന്ററിയിലാണ് കൊടുക്കുന്നത്. സോ അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ടൈപ്സ് ആൻഡ് ലേബൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ്, കണ്ടന്റ്സ് നോട്ട് യെറ്റ് ലേബിൾഡ്, അത് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് നമ്മുടെ വീഡിയോ എന്താണ് കാണിക്കില്ല. അതിനുവേണ്ടിയാണ് നമ്മളവിടെ അത് ആഡ് കൊടുത്തത്. അത് ഞാൻ ക്യാൻസൽ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് വീഡിയോസിലും അതുപോലെ തന്നെ എംബഡഡ് യൂട്യൂബ് വീഡിയോസിലും നമ്മുടെ എന്താണ് ആഡ്സ് കാണിക്കണ്ട. ഓക്കെ, മീൻസ് ലൈവായിട്ട് ഒരാൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മുടെ ആഡ് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ വ്യൂസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് എംബഡഡ് യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുമ്പോൾ വെബ്സൈറ്റിലൊക്കെ എംബഡ് ചെയ്തിരിക്കും. സോ അതിൽ നമുക്ക് ആഡ് റൺ ചെയ്യണ്ട എന്നുള്ളതാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ. ഓക്കെ, സോ ഇത് രണ്ടും ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആഡ് ഗ്രൂപ്പ് അഡീഷണൽ സെറ്റിംഗ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രീക്വൻസി ക്യാപ്പിംഗ് ഉണ്ട്. ഡിവൈസും ഇതൊന്നും നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഫ്രീക്വൻസി ക്യാപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ക്യാപ് വ്യൂ ഫ്രീക്വൻസി നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. എൻട്രി നമ്പർ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു ദിവസം ഒരു തവണ കാണിച്ചാൽ രീതിയിലാണ് ഇപ്പം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്.
ആഡ് ഒരു തവണ ഒരാളെ കാണിച്ചാൽ മതി. അയാൾ ഇൻട്രസ്റ്റഡ് ആയ അയാൾ അപ്പൊ തന്നെ ക്ലിക്ക് ചെയ്ത് കാണും. നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ കാണിക്കും തോറും അയാൾ കാണണമെന്ന് നിർബന്ധമില്ല. അയാൾ ഈ ഒരു കണ്ടന്റിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അയാൾ കണ്ടിരിക്കും. സോ അതുകൊണ്ട് വ്യൂ ക്യാപ്പ് ഞാൻ 1 കൊടുക്കുന്നത്. ഇംപ്രഷൻസ് ഒന്നും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല, എൻട്രി നമ്പർ നമ്മൾ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഡീഫോൾട്ട് ആയിട്ട് കീപ്പ് ചെയ്യാണ്. പിന്നെ നമുക്ക് നമ്മുടെ ആഡ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഓൾ ഡേയിൽ ഇപ്പൊ രാത്രിയിലൊന്നും ആഡ് കാണിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ 9 ടു വൈകുന്നേരം 6 മണിയാണെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. മനസ്സിലായി? ഇത് ഇന്ത്യൻ ടൈമിലാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ രാവിലെ 9 ടു ഓൾ ഡേ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് സമയം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം രാവിലെ ഒരു 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ കാണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കും. നമ്മൾ സമയം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ 9 ടു 6 മാത്രമേ ഈ ആഡ് കാണിക്കത്തുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് ആഡ് ഗ്രൂപ്പ് നെയിം കൊടുക്കാം. ക്യാമ്പയിന്റെ അണ്ടറിൽ നമുക്ക് എത്ര ആഡ് ഗ്രൂപ്പ്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളിപ്പോൾ ഇവിടെ ഒരു ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. വെബ് സീരീസ് പേര് തന്നെ കൊടുത്തത്. ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ആഡിന്റെ റിസൾട്ടുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. സോ അത് ഞാൻ ആ ഒരു പേര് തന്നെ സെയിം ആയിട്ട് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ആഡ് ഗ്രൂപ്പ് നെയിം കൊടുത്തു. ദെൻ അതിനുശേഷം ഡെമോഗ്രാഫിയാണ്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അൺടിക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അൺടിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ മെയിൽ ഫീമെയിൽ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ജെൻഡർ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല, അവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അൺടിക്ക് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അൺനോൺ ആയിട്ടുള്ളവരെ നമുക്ക് വേണമെങ്കിൽ അൺടിക്ക് ചെയ്ത് കൊടുക്കാം. 65+ ഉള്ളവർ യൂട്യൂബ് കാണുമെന്ന് തോന്നുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ അത് അൺടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ആഡ് ഒന്നും അവർക്ക് അത്ര ഇൻട്രസ്റ്റഡ് ആണോന്നില്ല, അത് അൺടിക്ക് ചെയ്ത് കൊടുക്കുന്നു. അൺനോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് അൺടിക്ക് ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ് അത്. പിന്നെ പേരന്റൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അൺനോൺ ആയിട്ടുള്ളവരെ വേണമെങ്കിൽ നമുക്ക് അൺടിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂ ആണ്. അതിലൊന്നും ഇത് അൺടിക്ക് ചെയ്ത് പ്രത്യേകിച്ച് നമുക്കൊരു വലിയൊരു എന്താണ് റിസൾട്ട് വ്യത്യാസം വരില്ല. ഓക്കെ, ഈ ഹൗസ് ഹോൾഡ് ഇൻകം എന്ന് പറയുന്നത് ഇതൊരു എല്ലാ രാജ്യത്തും അവൈലബിൾ അല്ല. ഹൗസ് ഹോൾഡ് ഇൻകം കൂടുതലായിട്ട് നമ്മൾ എന്താണ് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെയാണ് നമുക്ക് ഇതൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഇതിപ്പോ ഒരു ഫാക്ടർ അല്ല, അതൊന്നും ചെയ്യാതിടുന്നതാണ് ബെറ്റർ. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഓഡിയൻസിനെ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓഡിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള ഓഡിയൻസിനാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം എന്റർടൈൻമെന്റ് ആഡ്സ് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ എന്റർടൈൻമെന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ മാത്രം നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ അവരെ മാത്രമേ നമ്മൾ ഈ ആഡ് കാണിക്കത്തുള്ളൂ. മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരെ എല്ലാം നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇത് പ്രത്യേകിച്ച് കൊടുത്തില്ലെങ്കിൽ എല്ലാരെയും ടാർഗറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ദെൻ അതിനുശേഷം കീവേഡ്സ് കൊടുക്കാം. കീവേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. മീൻസ് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പൊ യൂട്യൂബിലൊക്കെ പോയിട്ട് ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് മലയാളം വെബ് സീരീസ് എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. മലയാളം വെബ് സീരീസ് എന്നായിരിക്കും സെർച്ച് ചെയ്യുന്നത്. സോ അത് ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് വേണം കൊടുക്കാൻ. എന്ന് പറഞ്ഞാൽ ഫ്രൈസ് മാച്ച് ആണ്. ഫ്രൈസ് മാച്ച്, എക്സാക്ട് മാച്ച്, ബ്രോഡ് മാച്ച്, അതിന്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ഇത് കൊടുക്കുമ്പോൾ ഫ്രൈസ് മാച്ച് കൊടുക്കുന്നതാണ് ബെറ്റർ. ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പം മലയാളം വെബ് സീരീസ് അല്ലെങ്കിൽ മലയാളം ഷോർട്ട് ഫിലിംസ് എന്ന് സെർച്ച് ചെയ്യുന്നവർ കാണും. സോ അതേപോലെ തന്നെ ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഒന്ന് എൻ്റർ അടിച്ച് താഴോട്ടിട്ട് കഴിഞ്ഞാൽ, എന്നിട്ട് ആ വെബ് സീരീസ് എന്നുള്ളത് മാറ്റിയിട്ട് മലയാളം ഷോർട്ട് ഫിലിംസ് എന്ന് നമുക്ക് കൊടുക്കാം. അങ്ങനെ സെർച്ച് ചെയ്യുന്നവർ കാണും. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് റിലേറ്റഡ് ആയിട്ട്, മീൻസ് നമ്മുടെ ഷോർട്ട് ഫിലിം റിലേറ്റഡ് ആയിട്ട് സെർച്ച് എന്ത് ചെയ്താലും നമുക്കത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് അതിനൊരു എക്സാമ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിലൊന്ന് പോവുക. യൂട്യൂബിലൊന്ന് പോയിട്ട് നിങ്ങൾ മലയാളം വെബ് സീരീസ് അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചു എന്താണ് റിലേറ്റഡ് സെർച്ചസ് കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ അതെന്ന് പറയുന്നത് മലയാളം വെബ് സീരീസ് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കുറച്ച് റിലേറ്റഡ് സെർച്ചസ് നമുക്ക് ഇവിടെ വരും. ഇതിന്റെ നെറ്റ് സ്ലോ ആണ്. നിങ്ങൾക്ക് അത് കണ്ടോ, മലയാളം വെബ് സീരീസ് കോമഡി, മലയാളം വെബ് സീരീസ് ന്യൂസ്, മലയാളം വെബ് സീരീസ് ചാനൽ. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കീവേഡ് ആണ് മലയാളം വെബ് സീരീസ് ചാനൽ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് കോപ്പി ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളൊരു ചാനൽ ഫുള്ളായിട്ട് നമുക്കപ്പം ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ, മീൻസ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ആഡ് എത്തിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുക. അണ്ടർസ്കോർ ഇട്ടിട്ട് വെബ് സീരീസ് എന്ന്
അടിച്ചു കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് കീവേഡ്സ് കിട്ടും. കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ്. വെബ് സീരീസ് ഓൺ യൂട്യൂബ്, വെബ് സീരീസ് മൂവി, വെബ് സീരീസ് ട്രെയിലർ, വെബ് സീരീസ് തമിഴ്, വെബ് സീരീസ് ന്യൂ, ഇതൊക്കെ എല്ലാ ആൾക്കാരും സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതെല്ലാം എന്താണ് ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് റിസൾട്ട് ബെറ്റർ ആയിട്ട് കിട്ടാൻ അതാണ് നല്ലത്. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് എത്ര കീവേഡ്സ് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം കേട്ടോ. ഞാനത് ഇപ്പൊ കൊടുത്തതേ ഉള്ളൂ. ദെൻ ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ടോപ്പിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടോപ്പിക്ക് കൊടുത്തില്ലെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതെല്ലാം നമ്മൾ ഒരുപാട് ഫിൽട്ടർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റിസൾട്ട് കുറയും. ദെൻ അതിനുശേഷം പ്ലേസ്മെന്റ് ഉണ്ട്. പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോയുടെ മുകളിൽ നിങ്ങളുടെ ആഡ് റൺ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലിനെ നിങ്ങൾക്ക് പർട്ടിക്കുലർ ആയിട്ട് ടാർഗറ്റ് ചെയ്യാം. യൂട്യൂബ് വീഡിയോയെ നിങ്ങൾക്ക് പർട്ടിക്കുലർ ആയിട്ട് ടാർഗറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ആണ് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നീ സ്ട്രീംസ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ, ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ഇത് 2 മാസം മുമ്പിട്ടൊരു വീഡിയോ ആണ്. സോ ഇതിന് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യണം. ഈ ഒരു വീഡിയോയുടെ മുകളിൽ നിങ്ങൾക്ക് ആഡ് റൺ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് പർട്ടിക്കുലർ URL കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ വീഡിയോയുടെ മുകളിൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആഡ് റൺ ആവുന്നത്. ഓക്കെ, അപ്പൊ അതേ യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് ഒരെണ്ണം ആഡ് ആയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന വെബ് സീരീസിന്റെ അകത്ത് നമ്മുടെ ആഡ് റൺ ആവും. മനസ്സിലായോ? അതിനുശേഷം നിങ്ങൾക്ക് ഇനിയും യൂട്യൂബ് ചാനൽസ്, കരിക്കിന്റെ യൂട്യൂബ് ചാനലിൽ റൺ ആവണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പൊ യൂട്യൂബ് ചാനലാണെങ്കിൽ അങ്ങനെ, ഇപ്പൊ ഒരു പർട്ടിക്കുലർ നീ സ്ട്രീം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് റൺ ചെയ്യണമെങ്കിൽ അതിന്റെ ചാനലിന്റെ URL എടുക്കുക. അതിനുശേഷം ഇതിൽ വന്നിട്ട് ബാക്ക് പോയിട്ട് യൂട്യൂബ് ചാനൽ കൊടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുന്ന സമയത്ത് നമുക്കിവിടെ അവരുടെ ചാനൽ സെലക്ട് ആവുന്നതായിരിക്കും. അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. മനസ്സിലായി? സോ നമ്മളിവിടെ ഒരു പർട്ടിക്കുലർ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചാനലും സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം മൾട്ടിപ്പിൾ പ്ലേസ്മെന്റ് നിങ്ങൾക്ക് കൊടുക്കാം. മാക്സിമം CPV എന്ന് പറയുന്നത് ഒരു വ്യൂവിന് കോസ്റ്റ് പെർ വ്യൂ ആണ്. ഒരു വ്യൂവിന് നിങ്ങൾക്ക് എത്ര രൂപ വരെ മാക്സിമം സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങൾക്ക് ഇവിടെ ടോപ്പ് ഇത് പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു എമൗണ്ട്, ഇപ്പൊ നിങ്ങൾ 500 രൂപ സ്പെൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് നിങ്ങൾക്ക് അറൗണ്ട് 100 വ്യൂസ് കിട്ടും. മനസ്സിലായോ? ആ ഒരു രീതിയിലാണ് പോകുന്നത്. നിങ്ങൾ മാക്സിമം കൊടുക്കുക. എമൗണ്ട് സ്പെൻഡ് ആവുന്ന രീതിയിലേ സ്പെൻഡ് ആവത്തുള്ളൂ. അല്ലാതെ ഈ 5 കൊടുത്തു പറഞ്ഞ എല്ലാത്തിനും 5 വ്യൂ ആകണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ 10 വ്യൂ ആയേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ആഡ് റൺ ആവില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ 5 രൂപ കൊടുത്തു. അതിനുശേഷം നിങ്ങൾ ഏത് വീഡിയോ ആണോ ആഡ് ആയിട്ട് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു പുതിയൊരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. പോപ്കോൺ സ്റ്റോറീസ് അല്ല, നാരങ്ങ മുട്ടായി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നാരങ്ങ മുട്ടായി. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ആഡ് ആയിട്ട് റൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഇതിൽ വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ വന്നിട്ടുണ്ട്. മീൻസ് ഈ ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ആഡ് ആയിട്ട് റൺ ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. സ്കിപ്പബിൾ ഇൻസ്ട്രീം ആഡ് ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോ ഡിസ്കവറി ആഡ് ഉണ്ട്. രണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസ്ട്രീം ആഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു വീഡിയോ ഇപ്പൊ നമ്മളിപ്പോ സെലക്ട് ചെയ്ത് കൊടുത്തില്ലേ, ഫോർ എക്സാമ്പിൾ കരിക്കിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ എന്ന് പറഞ്ഞിട്ട് ചാനൽ സെലക്ട് കൊടുത്തു. അപ്പൊ അതിന്റെ അകത്ത് വീഡിയോസ് ഒക്കെ പ്ലേ ആകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അവസാനം 5 സെക്കൻഡ് വീഡിയോ കണ്ടതിന് ശേഷം സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് അത് നമുക്ക് പ്ലേ ചെയ്യാം. അതാണ് സ്കിപ്പബിൾ ഇൻസ്ട്രീം ആഡ്. വീഡിയോ ഡിസ്കവറി ആഡ് എന്ന് പറയുമ്പോഴത്തേക്ക് യൂട്യൂബ് സെർച്ച് റിസൾട്ടിൽ കാണിക്കുന്നതാണ്. മീൻസ് നമ്മളൊരു യൂട്യൂബിലൊക്കെ കയറുന്ന സമയത്ത്, നമ്മുടെ ഫോണിലൂടെ ഒക്കെ കയറുന്ന സമയത്ത് ആയിട്ട് വീഡിയോ വന്ന് കിടക്കത്തില്ലേ, അതാണ് വീഡിയോ ഡിസ്കവറി ആഡ്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. സോ നമുക്ക് ഞാനിപ്പോൾ ഇത് വീഡിയോ ഡിസ്കവറി ആഡ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സ്കിപ്പബിൾ ആഡ്സ്, വീഡിയോ ഡിസ്കവറി ആഡ്സ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് കൊടുക്കാം. ഞാനിവിടെ വീഡിയോ ഡിസ്കവറി ആഡ് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെഡ്ലൈൻ, മീൻസ് നിങ്ങളുടെ വീഡിയോയുടെ ഹെഡ്ലൈൻ, മീൻസ് ഇപ്പൊ ആ ഒരു പർട്ടിക്കുലർ സാധനമാണ്, ഇപ്പം നാരങ്ങ മുട്ടായി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിലെ ആ വീഡിയോ ആണ് ഞാൻ ആഡ് ആയിട്ട് റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് അവർ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ, ഹെഡ്ലൈൻ, ഇതൊക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഹെഡ്ലൈൻ എന്ന് പറയുമ്പോൾ 100 ക്യാരക്ടേഴ്സേ ഉള്ളൂ. അതിനനുസരിച്ച് ഹെഡ്ലൈൻ കൊടുക്കാം. അതൊക്കെ നമുക്ക് ഇവിടെ റിഫ്ലക്ട് ആവും. എങ്ങനെയാണ് നമ്മളെ ആഡ് കാണിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഫോർമാറ്റ് നമുക്ക് ഇവിടെ റിഫ്ലക്ട് ആവുന്നതാണ്. സോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും ഇത്രേ ആവശ്യമുള്ളൂ. സോ അത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊന്നുകൂടെ കാണിച്ചു തരാം.
നാരങ്ങ മുട്ടായി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഞാനത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവർ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ തന്നെ ഇത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ടൈറ്റിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ നാരങ്ങ മുട്ടായി എന്ന് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും അതിന്റെ എക്സ്പ്ലനേറ്ററി ആയിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മൾ ഹെഡ്ലൈൻ വന്നിട്ട് നാരങ്ങ മുട്ടായി എപ്പിസോഡ് 1 നമ്മൾ കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്ത് വേണേൽ കൊടുക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് മിനി വെബ് സീരീസ് നമുക്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അത് നമ്മൾ ഇവിടെ കോപ്പി ചെയ്തിട്ടു. പിന്നെ അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ 2 ഉണ്ട്. അത് നമുക്ക് പ്ലേ ഫിലിംസ് എന്ന് കൊടുക്കാം. പ്ലേ ഫിലിംസ് അവരുടെ എന്താണ് പ്രൊഡക്ഷൻ ആയിരിക്കും. ഓക്കെ, സോ അത് നമ്മൾ കൊടുത്തു. ഓക്കെ, ആഡ് നെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. മീൻസ് വെബ് സീരീസ് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അത് നമുക്ക് ആരും കാണുന്നതൊന്നുമല്ല. വെബ് സീരീസ് ആഡ് വേണമെന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ആഡിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മുടെ ആഡ് കാണുന്നത്. ഒരു ആളുടെ വീഡിയോയുടെ താഴെയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു വേറൊരു വീഡിയോ കണ്ടിട്ട് അതിന്റെ സജഷനിലോ, അല്ലെങ്കിൽ നമ്മളെ ഒരു യൂട്യൂബിൽ കയറുന്ന സമയത്ത് ടോപ്പിൽ അങ്ങനെയായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നത്. മനസ്സിലായോ? ഡിസ്കവറി ആണിത്. സോ ഈ ഒരു ഫോർമാറ്റിൽ കാണും. ആഡ് എന്ന് കാണിച്ചിരിക്കും. പ്ലേ ഫിലിംസ് ആണ്, അത് പ്രൊഡക്ഷൻ, നാരങ്ങാമുട്ട എപ്പിസോഡ് 1 എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന ആൾക്ക് കാണാൻ പറ്റും. ഇത് മൊബൈൽ വ്യൂ ആണ്. ഡെസ്ക്ടോപ്പ് വ്യൂ ആണെങ്കിൽ ഇങ്ങനെ കിടക്കും. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു എന്താണ് വീഡിയോ ഡിസ്കവറി ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന യൂട്യൂബിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോസസ് ആണ്. ക്രിയേറ്റ് ക്യാമ്പയിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എമൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് ആഡ് റൺ ആയിക്കോളും. മനസ്സിലായി? ഇത്രേ ഉള്ളൂ ഒരു പ്രോസസ്സ്. നമ്മുടെ ഈ ഒരു വീഡിയോ ഡിസ്കവറി ആഡ് ഒരു പ്രോസസ്സ്. ഇത് ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ തന്നെ ചെയ്തു തരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.